ഇപ്പോഴുള്ള കയ്യേറ്റങ്ങൾ അതിരുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ കയ്യേറ്റ മാഫിയയുടെ എത്രത്തോളം അവർക്ക് ശക്തിയും വ്യാപ്തിയും ഉണ്ടെന്ന് തെളിയിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ട നമ്മുടെ ജനപ്രതിനിധിയായ ഇസ്ലാമിനെതിരെ എടുത്ത കേസ്. ഇപ്പോഴുള്ള കയ്യേറ്റങ്ങൾ അതിരുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ ജനപ്രതിനിധിയായ MLA ഇസ്ലാമിനെതിരെ ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് എടുത്ത കേസ്. എത്രത്തോളം ഉദ്യോഗസ്ഥ ഭൂമാഫിയ കൂട്ടുകെട്ടിന് എത്രത്തോളം ശക്തിയും വ്യാപ്തിയും ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു വിഷയമാണിത്. കയ്യേറ്റത്തിലും ഇടപെടാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആലപ്പുഴയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ചെറിയ കയ്യേറ്റമായിട്ട് വലിയ കയ്യേറ്റമായിട്ട് ഈ ചാനലിൽ കൂടെ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു സോന റെസിഡൻസിയിലെ കയ്യേറ്റം. പക്ഷേ ഇന്നേ നിമിഷം വരെ ഒരു ഉദ്യോഗസ്ഥരും അതിന് പരിശോധിക്കാനോ അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഇടപെടലുകൾ നടത്താനോ ഇന്നേ നിമിഷം വരെ ഒരാൾ തയ്യാറായിട്ടില്ല. സകല നിയമങ്ങളും ലംഘിച്ച് നടത്തുന്ന കയ്യേറ്റങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ സർക്കാർ അടിയന്തരമായി മുഖം നോക്കാത്ത രീതിയിൽ നടപടികൾ എടുത്തേ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഈ സോന റെസിഡൻസിക്കെതിരെ പല പ്രാവശ്യം പല അതോറിറ്റികളിലും പരാതിപ്പെട്ടു. പക്ഷെ ഇന്നുവരെ നടപടി ഉണ്ടായിട്ടില്ല. അതിനെതിരെ ഈ ഉദ്യോഗസ്ഥരെ, അതായത് മുനിസിപ്പൽ സെക്രട്ടറിയെയും സബ് കളക്ടറെയും തഹസിൽദാരെയും വില്ലേജ് ഓഫീസറെയും അങ്ങനെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം പ്രതി ചേർത്ത് ഇവർക്കെതിരെ ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു പൊതുപ്രവർത്തനം എന്നൊരു രീതിയിൽ ഈ കയ്യേറ്റങ്ങളിലെ തെളിവ് സഹിതം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടിലും ഇന്ന് വരെ നടപടിയെടുത്തില്ല. അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണിത്. പൊതുജനങ്ങൾ അത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണത്. ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. നാളെ അത് ഉറപ്പായിട്ടും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും അതിന്റെ വ്യാപനം ഉണ്ടാവും. ഇതുപോലെയുള്ള അനീതിക്കെതിരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തന രീതിയിൽ നോക്കി നിൽക്കാൻ, കയ്യും കെട്ടി നിൽക്കാൻ എന്നെപ്പോലെയുള്ള ആൾക്ക് സാധിക്കത്തില്ല. അതിന്റെ ഭാഗമായിട്ട് ഇതുമായിട്ട് ഏതറ്റം വരെയും ഞങ്ങൾ പോയിരിക്കും. അതിൻ്റെ അത് യാതൊരു സംശയവുമില്ല.